ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ കേട്ടാ. പറയാനുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം അറബ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്ത് പൂക്കുന്ന ഒരു സമയമാണ്. ഈത്തപ്പഴം പൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം പുറത്ത് ജോലി ചെയ്യുന്ന ഓരോ പ്രവാസികളും വിയർത്ത് കുളിക്കുന്നൊരു സമയം. അത്രത്തോളം കഷ്ടമുണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആൾ. എന്നിട്ടോ ശമ്പളം 30,000-40,000 ഉറുപ്പ്യ. അതവിടെ നിൽക്കട്ടെ. നാട്ടിൽ നിന്ന് ചില ആളുകൾ ഇവർക്ക് വിളിച്ചിട്ട് കടം ചോദിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും പൈസക്കും വേണ്ടിയിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ പാവപ്പെട്ടവർ ഇത്ര കഷ്ടപ്പെട്ടിട്ട് 30,000-40,000 ഉറുപ്പ്യക്കും വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ചില സമയത്ത് ഇല്ലയെന്ന് പറയുമ്പോൾ ആ വിളിച്ച ആൾ അവരുടെ ദേഷ്യം കാണിക്കും. നീ ഗൾഫിൽ പോയിട്ട് എന്ത് പൈസ ചോദിച്ചിട്ടാവും അവനക്ക് തന്നില്ല എന്നുള്ളൊരു ചൊടിയും കാട്ടിക്കും. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ സമയത്ത് നാട്ടിൽ 50,000 ഉറുപ്പ്യക്കും 60,000 ഉറുപ്പ്യക്കും ജോലി ചെയ്യുന്ന ചില ആളുകളുടെ അടുത്ത് ഇവർ പോയിട്ട് ചോദിക്കൂല. അപ്പോൾ അവർ പറയും, അപ്പോൾ മറ്റുള്ളവരെന്താണ് പറയുന്നത്, അവൻ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവനല്ലേ. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് എല്ലാ സുഖങ്ങളും ഉണ്ട്. ശമ്പളത്തിന് ശമ്പളമുണ്ടാന്ന്, അതേപോലെ തന്നെ എന്നും ഫാമിലിനെ കൂടെ ഒന്നിച്ച് കഴിയാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ രാത്രി വന്ന് ഫാമിലിൻ്റെ കൂടെ എല്ലാം സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ പ്രവാസികളോ 1 വർഷം 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ അതിൽ 1 മാസമാണെങ്കിലും 2 മാസമാണെങ്കിലും കുടുംബത്തോടൊപ്പം സന്തോഷത്തിലിങ്ങനെ പുറത്തെല്ലാം കളിക്കുന്ന കാണുമ്പോൾ ഇവർ വിചാരിക്കുന്ന പ്രവാസ ലോകത്തുനിന്ന് ഭാര്യയിട്ടും കൂരിയിട്ടും കൊണ്ടുവന്നിട്ട് ഇവനിവിടെ എൻജോയ് ചെയ്യുന്നുള്ളത്. അവർക്ക് അറിയുന്നില്ലല്ലോ, ഓരോരോ പ്രവാസികളും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഹോട്ടലിൽ നിന്ന് ഒരു ചായയും കുബൂസും കഴിച്ച് ജീവിക്കുന്ന പല ആളുകളുണ്ട്. കടം ഓർത്തിട്ട് നാട്ടിൽ ആ കടങ്ങൾ വീട്ടാനും വേണ്ടിയിട്ട്. നാട്ടിലുള്ളവർ വിചാരം എന്ത്, പ്രവാസികൾ വാരിയിട്ടും കോരിയിട്ടും ഇതാക്കുന്നുണ്ടെന്ന്, പ്രവാസ ലോകത്ത് അങ്ങനെ കിട്ടുന്നുണ്ട്. എന്നിട്ടായിട്ട് നാട്ടിലുള്ളവരോട് പറയുന്ന വാക്കാ, അവൻ നാട്ടിലല്ലേ, അവനോട് എങ്ങനെ ചോദിക്കരുത്, അവരെത്ര സുഖം ഒരു പ്രവാസിക്ക് ഇല്ല എൻ്റെ ചങ്ങായിമാരെ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ?